നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാ ആൾക്കാരും ഇപ്പോൾ ഭീതിയിലാണ് അല്ലേ? രാവിലെ എഴുന്നേറ്റ് പത്രം നോക്കിയാൽ യുദ്ധം, ടി വി തുറന്നാൽ ന്യൂസ് വെച്ചാൽ യുദ്ധം. അപ്പോൾ യുദ്ധം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ എല്ലാവർക്കും പേടിയാണ്. നമ്മുടെ തന്നെ വീട്ടിൽ കുഞ്ഞു കുട്ടികൾക്ക് വരെ ഭയമാണ്. അപ്പോൾ ചോദിക്കും, നമ്മൾ എവിടെയാണ്? ഇങ്ങനെ മോക്ക് ഡ്രില്ല് വരികയാണ്. മോക്ക് ഡ്രില്ല് കേൾക്കുകയാണെങ്കിൽ നമ്മൾ എവിടെയാണ് നമ്മൾ ഒളിച്ചിരിക്കേണ്ടത്, നമുക്ക് എന്താ ആപത്ത് വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കൊച്ചു കുട്ടികൾ വരെ ഇവിടെ പേടിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് എവിടെ ഇരിക്കണ്ടേ, എവിടെ ഇരുട്ടുമുറി എന്നൊക്കെയാണ് എൻ്റെ മക്കളൊക്കെ ചോദിക്കുന്നത്, കുഞ്ഞുമക്കൾ ചോദിക്കുക. എല്ലാവരും വീട്ടിൽ അങ്ങനെ തന്നെയായിരിക്കും ഞാൻ വിചാരിക്കണത്. അപ്പോൾ അവരോടും ഒക്കെ എനിക്ക് പറയാനുള്ളത്, കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊന്നും പേടിക്കണ്ട. കാരണം നമ്മളെ സംരക്ഷിക്കാനായിട്ട്, നമ്മുടെ രാജ്യം ഭദ്രമായിട്ട് സൂക്ഷിക്കാനായിട്ട് നമുക്ക് കഴിവുള്ള പട്ടാളക്കാരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ നയിക്കാനായിട്ട് ധീരന്മാരായിട്ടുള്ള, അറിവുള്ളവരായിട്ടുള്ള, നല്ല ശക്തന്മാരായിട്ടുള്ള നേതാക്കന്മാർ നമുക്കുണ്ട്, മന്ത്രിമാരുണ്ട്. എല്ലാവരും എല്ലാ ആൾക്കാരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട മിടുക്കന്മാരായിട്ടുള്ള മന്ത്രിമാരാണ്, നായകന്മാരാണ്. മന്ത്രിമാരെന്ന് മാത്രമല്ല, ഉന്നത തലങ്ങളിലിരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരും അവരൊക്കെ നല്ല ഏബിളായിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ നമ്മളെന്തിനാ പേടിക്കണേ അല്ലേ? അപ്പം നമ്മൾ വിചാരിക്കും, കുട്ടികളൊക്കെ പഠിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് നന്നാവുക, എന്താ ചെയ്യുക എന്നൊക്കെ വിചാരിച്ചാൽ, കുട്ടികളെക്കുറിച്ച് അച്ഛനമ്മമാർക്ക് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, സ്കൂളിൽ പറഞ്ഞയച്ചാൽ മതി. അവരെ പഠിപ്പിക്കാനായിട്ട് ഏബിളായിട്ടുള്ള ടീച്ചേഴ്സ് സ്കൂളിലേക്ക് വരും. അതിനുള്ള കഴിവുള്ള, അവരെ നല്ല രീതിയിൽ വാർത്തെടുക്കാനുള്ള അധ്യാപകർ നമുക്ക് ഉണ്ട്. അതിനുള്ള സപ്പോർട്ട് മാത്രം നമ്മൾ ചെയ്തു കൊടുത്താൽ മതി. അധ്യാപകർക്ക് വേണ്ട സപ്പോർട്ട് നമ്മൾ ചെയ്യണം. അത് ചെയ്യേണ്ടത് രക്ഷിതാക്കളാണ്. എന്നതുപോലെ നമ്മുടെ നേതാക്കന്മാർക്ക്, നമ്മുടെ മന്ത്രിമാർക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഉന്നതതല ഉദ്യോഗസ്ഥർക്ക് വേണ്ട മനോധൈര്യം നൽകാനായിട്ട് നമ്മൾ പ്രവർത്തിച്ചാൽ മതി. പിന്നെ മറ്റൊന്ന്, ഈശ്വരനിൽ നിന്നിട്ട് പ്രാർത്ഥിക്കുക. വീട്ടിൽ ആയാലും സമൂഹത്തിലായാലും നെഗറ്റീവ് ചിന്തകൾ കളയുക. നമ്മളെ സംരക്ഷിക്കാൻ പോകുന്നവരാണ് എല്ലാവരും. ഏത് തരത്തിലുള്ള ഉദ്യോഗസ്ഥരായാലും നമ്മളെ നോക്കാൻ, അല്ല വിദ്യാലയത്തിലാണെങ്കിൽ അധ്യാപകർ, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഓരോ പദവികളിലും അലങ്കരിക്കുന്ന ആൾക്കാർ അതിന് തക്ക ശക്തിയുള്ളവരാണ് എന്ന് നമ്മൾ വിശ്വസിക്കുക. ഉറപ്പായിട്ടും അങ്ങനെയാണ്. നിങ്ങൾക്കറിയാലോ, പിന്മാറേണ്ട ആവശ്യമില്ല. അർജുനനോട്, യുദ്ധത്തിൽ തളർന്നു പോയ അർജുനനോട് എന്താണ് നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത്? നീ തളരരുത്, എഴുന്നേറ്റ് യുദ്ധം ചെയ്യണം എന്ന് തന്നെയാണ് അല്ലേ? ഒരു ക്ഷത്രിയനാണെങ്കിൽ അവൻ്റെ ധർമ്മം യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. ഒരു പട്ടാളക്കാരനാണെങ്കിൽ അവൻ്റെ ധർമ്മം രാജ്യത്തെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഒരു അധ്യാപകനാണെങ്കിൽ അവൻ്റെ ധർമ്മം കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഡോക്ടറാണെങ്കിൽ അയാളുടെ ധർമ്മം രോഗികളെ നന്നായിട്ട് ചികിത്സിക്കുക എന്നുള്ളതാണ്. നഴ്സുമാരുടെ ധർമ്മം അവരെ പരിചരിക്കുക. ഓരോ തലത്തിലുള്ള ആൾക്കാർക്കും അവരവരുടേതായിട്ടുള്ള ധർമ്മങ്ങളുണ്ട്. ആ ധർമ്മമാണ് പുലരേണ്ടത്. ധർമ്മം പുലർന്നാൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ രാജ്യത്ത് ചിലപ്പോൾ വലിയ കോവിഡ് പോലുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ തുടങ്ങിയിട്ടുള്ള ദുരന്തങ്ങളൊക്കെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ മരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യുദ്ധവും. അല്ലാതെ നമുക്കാർക്കും യുദ്ധം ചെയ്യാണ്ട് തന്നെ ഇരിക്കേണ്ട ആവശ്യമില്ല. നപുംസകമാണെന്നാണ് പറയുക. ശരിക്കും പറഞ്ഞാൽ യുദ്ധം ചെയ്യാൻ മടിയുള്ള ആൾക്കാർ നപുംസകത്തിനെപ്പോൾ നീ ഇരിക്കരുതേ അർജുന എന്നാണ് കൃഷ്ണൻ പറയണത്. നന്നായിട്ട് ജിത്വാവാ ഭോക്ഷ്യസേ മഹീം, ജയിച്ചാൽ നിനക്ക് മഹിയെ, ഭൂമിയെ അനുഭവിക്കാൻ സാധിക്കും. അല്ല മരിക്കുകയാണെങ്കിലോ നിനക്ക് വീരസ്വർഗം പ്രാപിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോരുത്തരും ഓരോ ഡ്യൂട്ടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഞാൻ ഇന്ന ജോലികൾ ചെയ്യാൻ സമർത്ഥനാണ്, ഞാൻ ചെയ്തു കൊള്ളാം എന്ന് ശപഥം ചെയ്തിട്ടാണ്, ഡിക്ലറേഷൻ എഴുതി കൊടുത്താണ് ആ ജോലിക്ക് കയറുന്നത്. അപ്പോൾ അവരവരുടെ ഡ്യൂട്ടി ഉറപ്പായിട്ടും ചെയ്യും. അതിനു വേണ്ടിയുള്ള നമുക്ക് ചെയ്യാൻ പറ്റണം എന്താ വെച്ചാൽ, നമുക്ക് പോസിറ്റീവായിട്ട് മാത്രം സംസാരിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കാണുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കേൾക്കുക എന്നാണ്. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് രാവിലെ യോഗയ്ക്ക് കയറുമ്പോൾ യോഗയുടെ ക്ലാസ് ടീച്ചർ പറയുന്നത്, ടീച്ചേഴ്സിന് ഗുരുജി കൊടുക്കുന്ന ഉപദേശം എന്താണെന്ന് വെച്ചാൽ,
നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നെഗറ്റീവായിട്ട് വരുന്ന കാര്യങ്ങളെ ഒരിക്കലും നിങ്ങൾ ടച്ച് ചെയ്യരുത്. ഒരിക്കലും അതിന് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ കമൻറ്റ് ചെയ്യണ്ട. നിങ്ങളതിനെ തള്ളിക്കളഞ്ഞേക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും പോസിറ്റീവ് നന്നായിരിക്കും. പിന്നെ പ്രാർത്ഥന, മറ്റൊന്ന് പറയുന്നത് നന്നായിട്ട് പ്രാർത്ഥിക്കുക അല്ലേ. നമ്മളെ കാത്തുരക്ഷിക്കാനായിട്ട് ഈശ്വരനുണ്ട്. അതോപ്പോൾ ഈശ്വരൻ പറഞ്ഞേച്ചിരിക്കുന്ന നേതാക്കന്മാരുണ്ട്, പട്ടാളമുണ്ട്. ഒന്നും പേടിക്കണ്ട. കുട്ടികളോട് പറയാം, നിങ്ങളൊന്നും പേടിക്കണ്ട, പഴയ പോലെ സുഖമായിട്ട് ജീവിച്ചുകൊള്ളൂ. നിങ്ങളെ നോക്കാനായിട്ട്, നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാനായിട്ട് പറ്റിയ ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടത്ര വീര്യം പകരാൻ നമ്മൾ ഭാരതമാതാ കി ജയ്, ജവാനോം കി ജയ്, കിസാനോം കി ജയ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അവർക്ക് വേണ്ടത്ര പ്രോത്സാഹനം, ഊർജ്ജം നമ്മൾ പകർന്നു കൊടുക്കുക. അവർ ചെയ്യട്ടെ യുദ്ധം. എവിടെയാണോ ധർമ്മം അവിടെ ജയിക്കും. ധർമ്മം മാത്രം ജയിക്കും, അധർമ്മം ഒരിക്കലും ജയിക്കില്ല. തൽക്കാലത്തേക്ക് മാത്രമേ അധർമ്മത്തിലൊരു ജയമൊക്കെ കാണുള്ളൂ കേട്ടോ. അധർമ്മത്തിന് ജയം ഒരിക്കലും സംഭവിക്കില്ല. മാത്രമല്ല, നമ്മൾക്കും ഇങ്ങനത്തെ ഓരോ ദുർബുദ്ധികൾ തോന്നാണ്ടിരിക്കാനായിട്ട് നമ്മൾക്കോ നമ്മുടെ മക്കൾക്കോ നമ്മുടെ തലമുറകൾക്കോ ഒന്നും ഇതുപോലെ ദുർബുദ്ധി വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. നല്ലവരോടൊത്തുള്ള സത്സംഗം നമ്മൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുക. അല്ലാതെ ഇങ്ങനെ നെഗറ്റീവുകളിലേക്ക് പോവാതെ, ദുർജന സംസർഗമില്ലാതെ, മനസ്സിനുള്ളിൽ ഭയം, ക്രോധം തുടങ്ങിയിട്ടുള്ള വികാരങ്ങൾക്ക് അടിമപ്പെടാതെ സമാധാനമായിട്ട് ജീവിക്കുക. അത് അവർ നോക്കിക്കോളും. അവരുടെ കയ്യിൽ നമ്മുടെ രാഷ്ട്രം സുരക്ഷിതമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കുറച്ച് ദിവസമായി ഇങ്ങനെ പറയണം എന്നിങ്ങനെ വിചാരിക്കുന്നു. ഇത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുട്ടികൾ പറയാണ്, അമ്മൂമ്മേ നമ്മളിങ്ങനെ വന്നാൽ എവിടെയാണ് ഇരിക്കുക? അപ്പോൾ നമ്മളിങ്ങനെ പറയാം, എത്രയോ വീടുകളില്ലാത്ത എത്രയോ പാവപ്പെട്ട ആൾക്കാരുണ്ട്. അവർക്ക് എന്തുമാത്രം ആശങ്ക ഉണ്ടായിരിക്കും. ഒന്നും പേടിക്കാനില്ല, നമുക്കൊന്നും സംഭവിക്കില്ല. നമ്മളെ നോക്കാനായിട്ട് അവിടെ നല്ല ധീരന്മാരായിട്ടുള്ള നേതാക്കന്മാരുണ്ട്. അവർക്ക് ആരോഗ്യം ഉണ്ടാവട്ടെ, അവർക്ക് ശക്തി ഉണ്ടാവട്ടെ, അവർക്ക് പൊരുതി ജയിക്കാനുള്ള ശക്തി ദൈവം കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുട്ടികൾക്ക് ധൈര്യം കൊടുക്കുക കേട്ടോ, അതാണ് പ്രധാനമായിട്ട്. പിന്നെ നമ്മളും ധൈര്യം പാലിക്കുക. പിന്നെ എത്രയോ ഉരുൾപൊട്ടൽ വന്നിട്ട് ആൾക്കാർ മരിക്കുന്നു, എത്രയോ ഭൂകമ്പം വന്നിട്ട് ആൾക്കാർ മരിക്കുന്നു, എത്രയോ കോവിഡ് പോലുള്ള രോഗം വന്നിട്ട് എത്ര ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചു. അപ്പം നമ്മളെന്താ ചെയ്തത്? ഒന്നും ചെയ്യാൻ പറ്റില്ല. പറ്റാവുന്നത്ര ഉള്ളൂ. ആ സമയത്ത് നമുക്ക് രോഗികൾക്ക് കൊടുക്കാനുള്ള എല്ലാ ശക്തിയും, എല്ലാ ട്രീറ്റ്മെൻറ്റും, എല്ലാ പരിചരണങ്ങളും ആശുപത്രി വിഭാഗക്കാർ നോക്കി. എന്നിട്ടും കുറേ പേര് മരിച്ചു, ശരിയാണ്. എങ്കിലും നമ്മൾ അവിടെ നിന്നും രക്ഷപ്പെട്ടു. ഇത്ര എത്തിയല്ലോ അല്ലേ? അതൊരു വലിയ കാലമായിരുന്നല്ലോ. 2 കൊല്ലം പുറത്തേക്ക് ഇറങ്ങാണ്ട് ജീവിച്ച ഒരു കാലഘട്ടം ലോകത്തിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല ശക്തി നേർന്നുകൊണ്ട്, ഈ യുദ്ധത്തിന് ഒരു അറുതി വരുമെന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട്, നമ്മളെ സംരക്ഷിക്കാനുള്ള ശക്തിയെല്ലാം അവർക്ക് പകർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങളും അതിനുവേണ്ടി ശ്രമിക്കുക എല്ലാവരും കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ.